ബിഗ് ബോസും മറ്റ് അണിയറ പ്രവർത്തകരും കൂടിയിട്ട് കുറച്ച് പർട്ടിക്കുലർ കണ്ടസ്റ്റൻസിനെ മാത്രം സപ്പോർട്ട് ചെയ്യുക, അവർക്ക് വേണ്ടി കളമൊരുക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എനിക്ക് തോന്നിയ കാര്യം പറയാൻ പോകുന്ന കേട്ടോ. വെൽക്കം ബാക്ക്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് റിവ്യൂ ആയിട്ട് പറയുന്നില്ല, ഈ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ സംസാരിക്കുന്നതല്ല. എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മുടെ ജാസ്മിൻ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ആ ജാസ്മിൻ വിഷയം വന്നതിന് ശേഷം ഇപ്പോൾ ജാസ്മിന് ഭയങ്കര സപ്പോർട്ടാണ് പുറത്ത് ഉള്ളത് ആൾക്കാർ കൊടുക്കുന്നത്. ഇതൊരു ഇമോഷണലി എല്ലാവരും ഡാമേജ് ആക്കുന്ന ഒരു പ്രവണതയാണ് ജാസ്മിൻ കാണിച്ചത്. അന്നത്തെ അവൾക്കറിയാം അതൊരു നെഗറ്റീവ്, അതൊരു പോസിറ്റീവായിട്ട് മാറും. അവരുടെ ഒരു ആ സമയത്തെ സംയമനം മറ്റ് പുറത്തെ ആൾക്കാർക്ക് അതൊരു പോസിറ്റീവായിട്ട് മാറും എന്നുള്ള കാര്യം അവർക്കറിയാം. അതിന്റെ കൂടെ തന്നെ നമ്മുടെ സിജോയും കൂടി ഏറ്റി പിടിക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞുപോയി, ഞാൻ അത് ആ നിൽക്കുന്ന നെറ്റില് അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വഴുക്കുകയാണ് ലാലേട്ടാ എന്നൊക്കെ പറയണത്. പുള്ളിക്കാരൻ ഇപ്പം ഗബ്രി പോയോട് കൂടി പുള്ളിയാണ് ആ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ജാസ്മിന്റെ ലവ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോലും ഒരു സപ്പോർട്ട് എന്ന രീതിയിൽ പുള്ളിയാണ് ഇപ്പം അവളുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നത്. അപ്പോൾ അവൾ അന്ന് പറയുന്നുണ്ട് നമ്മളെ സിജോ, അയ്യോ എനിക്ക് ഭയങ്കര വിഷമമായി ലാലേട്ടാ, അത് അങ്ങനെ ചെയ്യരുത് ലാലേട്ടാ എന്നൊക്കെ. അൻസിബയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരത്തി പറയുന്നത് ഒരു ന്യായമാണെന്ന് എനിക്ക് തോന്നി. ന്യായമാണെന്ന് എനിക്ക് തോന്നാൻ കാരണം ഇപ്പം നമുക്ക് ഒന്നും പ്രവചിക്കാൻ പറ്റില്ല. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്, അവർ പുറത്ത് കാണിക്കണം എന്താണെന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതന്ന് ലാലേട്ടനെ മുമ്പിൽ പുള്ളിക്കാരത്തി പറഞ്ഞെന്ന് വെച്ചാൽ ഈ തിളച്ച എണ്ണ ഇരിക്കുന്ന സമയത്ത്, പക്ഷെ അൻസിബയുടെ കരച്ചില് എന്തോ നടയത് ഋഷു എന്ന് പറയാണ്. പക്ഷെ അവള് എനിക്കറിയില്ല അത് എങ്ങനത്തെ ഒരു മൈൻഡിലുള്ള, പക്ഷെ ആ കരച്ചിൽ എനിക്കത് ഓവറായിട്ട് തോന്നി. എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല ആ ഒരു കരച്ചിൽ നമ്മുടെ അൻസിബയുടെ. പിന്നെ കിച്ചണിൽ വെച്ച് സംസാരിച്ച കാര്യം എണ്ണ പുറത്ത് വീഴും എന്ന് കരുതിയിട്ടാണ് അപ്സരയോട് മാറി നിൽക്കാൻ പറഞ്ഞതെന്നാണ് പുള്ളിക്കാരത്തിന്റെ വിശദീകരണം. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയായിരുന്നു. കാരണം എണ്ണ തിളച്ച എണ്ണയാണ്, അതിനിടയിൽ കിടന്ന് പിടിവലി കൂടുമ്പോൾ എന്തിനു സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് എതിർ ടീം ആയിക്കോട്ടെ അല്ലെങ്കിൽ അൻസിബയുടെ ടീം ആയിക്കോട്ടെ, ആരായാലും ഇതിപ്പോ എന്തെങ്കിലും തിളച്ച എണ്ണയാണ്, വീണിട്ട് ഒരു സുഖം ഉണ്ടാവില്ല മക്കളെ. അതുകൊണ്ട് പുള്ളിക്കാരത്തി പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതൊന്നും വിശ്വസിക്കാൻ ജാസ്മിന്റെ ഫാൻസിനോ ജാസ്മിനോ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കൂല. പിന്നെ ജാസ്മിൻ അവിടെ ചീത്ത വിളിച്ച കേസ് പറയാം. നമ്മുടെ ഋഷി നമ്മുടെ അപ്സരയോട് പോടി എടി എന്നൊക്കെ ഉള്ള ഒരു കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ സംസാരിച്ചു എന്നുള്ളതാണ് ശനിയാഴ്ചത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ കണ്ടന്റ്. ഋഷി സംസാരിക്കാൻ പാടില്ല, അങ്ങനെ ഋഷി സംസാരിക്കാൻ പാടില്ല, ഋഷി സംസാരിച്ച് തെറ്റാണ്. ജാസ്മിൻ അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, ജാസ്മിൻ അവിടെ ആരെയൊക്കെ എന്തൊക്കെയാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ശനി ഞായറും ദിവസങ്ങളിൽ ഇവള് മാന്യതയുടെ അങ്ങേയറ്റമാണ്. മറ്റേ മദർ തെരേസയാണ് ഇവള്, നമ്മള് ജാസ്മിൻ. ശനി ഞായർ ദിവസങ്ങളിൽ മാത്രം, മനസ്സിലായില്ലേ? തലേ തുണി കിട്ടി ഇങ്ങനെ ഒരു നിപ്പുണ്ട്, ഞാൻ ഇപ്പൊ എല്ലാം ഒലിച്ച് വീഴുന്നുള്ള നിപ്പ് ജാസ്മിന്റെ. ഇപ്പം അൻസിബ ഓൾറെഡി അങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത്. അവളിപ്പം കട്ടിലായാലും എവിടെയായാലും ഇരിക്കുന്നതൊക്കെ അങ്ങനെയാണ്. പക്ഷെ ജാസ്മിൻ ശനി ഞായറും ദിവസങ്ങളിൽ മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അലപ്പും ബഹളവും ഒരു വൃത്തികെട്ട ഒരു സംസാര ശൈലിയാണ് അവർക്കുള്ളത്. എനിക്ക് തോന്നിയ കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു എപ്പിസോഡ് റിവ്യൂ ആയിട്ട് ഞാൻ പറയുന്നില്ല, എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഋഷിയോട് ഭയങ്കരമായിട്ട് ഇതാക്കി, എന്താണ് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഒരു സ്നേഹമില്ലേ, ഇങ്ങനെയൊക്കെയാണ് വിളിക്കുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചാടിയിട്ടോ. പക്ഷെ പുള്ളിക്കാരൻ ഈ ലാലേട്ടൻ വന്നിട്ട് ഈ ജാസ്മിനെ ഒരു കുന്തവും പറഞ്ഞിട്ടില്ല. അതാണ് കോമഡി. ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ജിൻഡോ ആയിട്ടുള്ള വഴക്കില് നീ പോടാ നീ ഇങ്ങനെയൊക്കെ കുറച്ച് വാക്കുകളൊക്കെ ഉപയോഗിച്ചായിരുന്നു. അവളെക്കാളും എത്രയോ നമ്മൾ ഈ മുതിർന്നവര് അല്ലെങ്കിൽ താഴെയുള്ള ആൾക്കാരെന്ന് പറയണില്ല. എന്നിരുന്നാൽ പോലും ഒരു ബേസിക് ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മാന്യതയുണ്ട്. നമ്മൾ വഴക്കുണ്ടാക്കാൻ വിഷയമില്ല, വഴക്കുണ്ടാക്കുന്നതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു എക്സ്പ്രഷൻസ് ആൻഡ് വേർഡ്സ് അതൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നതിലൊന്നും ഒരു കുഴപ്പവും ഞാൻ കാണുന്നില്ല. പക്ഷെ ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു ചന്തകൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ തന്നെയാണ് അവളുടെ സംസാര രീതികൾ. അത് വീട്ടിൽ നിന്ന് പഠിച്ചതേ അവള് നാട്ടിലും കാണിക്കുന്നു പറയുന്ന കണക്കാണ്. ഇപ്പൊ നാട്ടുകാർക്ക് തന്നെ പുള്ളിക്കാരി ഇഷ്ടമല്ല. പിന്നെ ഈ ജാസ്മിൻ അന്നത്തെ ആ റെസ്മിൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഭയങ്കര ഫാൻസ് കൂടിയിട്ടുണ്ട് കേട്ടോ. കാരണം പുറത്ത് ഇപ്പൊ മുമ്പ് നെഗറ്റീവ് ആയിരുന്ന ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര പോസിറ്റീവാണ്. അവള് കാണിച്ചു കൂട്ടിയതൊക്കെ തള്ളിക്കളഞ്ഞേക്കുവാ. ഈ കാണിക്കാത്ത ആൾക്കാർ എന്തായാലും ഇപ്പൊ ഇച്ചിരി കാണിച്ചു കഴിഞ്ഞാൽ ഈ ജാസ്മിനെ വെറുത്തവരെന്നെ ഫാൻസ് ആയിട്ട് അവരെന്നെ തെറി വിളിക്കുക. അൻസിബനായാലും മറ്റ് കണ്ടസ്റ്റൻസിനായാലും അവരും തെറി വിളിക്കുക. ഇതൊക്കെ എന്താണ് എനിക്ക് മനസ്സിലാവണല്ലോ. ഈ മനുഷ്യന്മാരെ ചിന്താഗതി ഞാൻ ഇതുവരെ സത്യം പറയില്ല, ഞാൻ ഇത്രയും ബിഗ് ബോസ് ഇത്രയും സീസൺ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ഒരു ഏകദേശം ടൈമൊക്കെ ആകുമ്പോഴേ നമുക്കൊരു ഫാൻസ് നമ്മുടെ ഉള്ളിനുള്ളിൽ രൂപപ്പെടും. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഈ ഒരു സീസണിൽ എനിക്ക് ഒരാളെ പോലും നമുക്ക് ഫാൻസ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ജിൻഡോ നല്ലൊരു നിഷ്കളങ്കനാണ്, പുള്ളിക്കാരനോട് ഇഷ്ടമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും പുള്ളിക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, പുള്ളിയെ ബാധിക്കുക, പുള്ളിയുടെ തെറ്റുകൾ ശരിയാക്കി എടുക്കുക എന്നുള്ള ചിന്താഗതി എനിക്കില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ ഈ സീസണിൽ ഒരു കണ്ടസ്റ്റൻസിനോടും എനിക്ക് ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. കാരണം അങ്ങനത്തെ ഒരു ലെവൽ കളിയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എനിക്ക് എന്റെ പേഴ്സണൽ കാര്യം ഞാൻ പറഞ്ഞിട്ടോ, എനിക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ എനിക്ക് ഫെയർ ആണെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പൊ അൻസിബ ആയിക്കോട്ടെ, ജാസ്മിൻ ആയിക്കോട്ടെ, ജാസ്മിന്റെ ആ ഒരു
പിന്നെ ഞാൻ പറഞ്ഞ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞിരുന്നു, ജാസ്മിന്റെ ആ കൺഫെഷൻ റൂമിൽ പോയിട്ട് ജാസ്മിനായിട്ടുള്ള ആ ഒരു കോൺവെർസേഷനും പിന്നെ അവർ തമ്മിലുണ്ടായ കുറച്ച് ഇമോഷണൽ ഡ്രാമാസ് ഒക്കെ അത് ഭയങ്കരമായിട്ട് എനിക്ക് ഡ്രാമാസ് മീൻസ് ഇമോഷണലി അവർ കണക്ട് ആയ രീതികളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. കാരണം അത് പ്യൂർ ആയിരുന്നു. ആ ഒരു സ്നേഹപ്രകടനമായാലും അല്ലെങ്കിൽ തന്നെ തെറ്റ് സംഭവിച്ചു പോയതിനു ശേഷം ഉണ്ടാകുന്ന ഒരു വികാരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. അതുകൊണ്ട് അതിലൊന്നും എനിക്ക് വലിയ ഒരു കുഴപ്പമായിട്ട് തോന്നുന്നില്ല. പക്ഷെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്, ഈ ജാസ്മിൻ പലയിടത്തും പല അഭിനയമാണ്. നമ്മൾ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് സംസാരിക്കുക, കരയുക. പണ്ട് രജിത് കുമാർ പുള്ളിക്കാരെ ഇങ്ങനെ ഒറ്റയ്ക്ക് പോയിരുന്നിട്ടാണെങ്കിൽ സംസാരിക്കുന്നില്ല. ഈ പുള്ളിക്കാരത്തി ഇപ്പം ഗബ്രിയുടെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക, എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലടാ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലടാ എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര ഒരു ഓവർ ആക്ടിംഗ് ആണ് പുള്ളിക്കാരത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ്? നമ്മുടെ ജാസ്മിൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ത്രീ എനിക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. പുള്ളിക്കാരത്തി നല്ലത് ചെയ്തിട്ടുണ്ടോ നല്ലതെന്ന് പറയും, മോശം ചെയ്തിട്ടുണ്ടോ മോശം പറയും. ഇൻ കേസ് അത് അൻസിബായാലും ഞാൻ പറയും, മറ്റുള്ള ഏത് കണ്ടസ്റ്റൻസ് ആയാലും ഞാൻ പറയും. അത് എന്റെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഇതാണ് കേട്ടോ. ഞാൻ അങ്ങനെയാണ്. എനിക്കിതുവരെ ആരും ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് തന്നെ. അപ്പം ജാസ്മിന് വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിന് വേണ്ടി പിന്നെ അതിനുശേഷം സാബു മോൻ വന്നു, ശ്വേത വന്നു. അകത്ത് സാബു മോനൊക്കെ ഞാനായിരുന്നെങ്കിൽ, പക്ഷെ നമ്മൾ അങ്ങനെ പറ്റൂല, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ സാബു മോനെ ഒരു കിടിലം ഒരു സംഭവം കൊടുക്കണമായിരുന്നു നമ്മുടെ അഭിഷേക്. കാരണം ഇത്രയും പേരുടെ മുമ്പിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ അല്ലെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കാം, മാന്യമായിട്ട് തെറ്റുകൾ തിരുത്തി കാണിച്ചു കൊടുക്കാം. പക്ഷെ പുള്ളിക്കാരൻ എന്തോ ചെയ്തത്, മറ്റേ കെട്ടിടത്തിന് മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു കോലം, അങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ അധിക്ഷേപിക്കേണ്ട ഒരു കാര്യമില്ല. ഈ സാബു മോനായിക്കോട്ടെ അല്ലെങ്കിൽ ശ്വേത, അവരൊക്കെ മാന്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മുമ്പോട്ട് പോയി. പക്ഷേ ഈ സാബു വെച്ചിട്ട് ഓവർ ആക്ടിങ് കാണിച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. സാബുമോന്റെ ഒരു സംസാര രീതി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ അത് നമ്മളെ കണ്ടസ്റ്റൻസി തന്നെ പറയേണ്ടതാണ്. ഈ വീട്ടിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഗസ്റ്റ് ആയിരിക്കാം, പക്ഷെ പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഗസ്റ്റ് അല്ല. അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കണം എന്നൊരു വാക്ക് അഭിഷേകിന് പറഞ്ഞിരുന്നുവെങ്കിൽ അഭിഷേക് കിടിലാനായനെ. അല്ല ഞാൻ ഒരു കാര്യം പറയണത്, നമ്മൾ അകത്ത് നിൽക്കുമ്പോൾ ഗസ്റ്റ് ആണ്. ഈ ഗസ്റ്റ് പുറത്ത് പോയിട്ട് ആൾക്കാരെ, നമ്മുടെ സ്റ്റാഫിനെയൊക്കെ മോശം പറയാ, അല്ലെങ്കിൽ കുറ്റം പറയാ, വാഴ എന്ന് പറയാ, അല്ലെങ്കിൽ കോലം കെട്ടി നിൽക്കുകയാണെന്നൊക്കെ പറയണത് ഏറ്റവും വലിയ സംസാര രീതിയാണ് ഈ സാബുമോൻ കാണിച്ചത്. ആ സമയത്തിന് നമ്മുടെ അഭിഷേക്, നിങ്ങൾ ഒരു അനുവാദം ചോദിച്ചതിന് ശേഷം ഒരു വാക്ക് പറയേണ്ടതായിരുന്നു. നിങ്ങൾ വീട്ടിനകത്ത് ഗസ്റ്റ് ആയിരുന്നു, പക്ഷെ പുറത്ത് പോയിട്ട് എന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് നിങ്ങൾ വീട്ടിൽ പോയി പറയേണ്ടി വരും എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. സാബുമോൻ ഇവിടുത്തെ വലിയ ഇൻഡസ്ട്രി മറച്ചു വെക്കണ ഒരു മൈരനൊന്നുമില്ല. സാബു പറഞ്ഞിരുന്നെങ്കിൽ അഭിഷേക് കിട്ടുമായിരുന്നു, അഭിഷേകിന് വോട്ട് കൊണ്ട് കൂടിയേനെ. അത് ഞാൻ ഉറപ്പായിട്ടും പറയാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയത്. ആ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു. അവൻ ഇന്നലെ പറഞ്ഞ ആ ഒരു വീഡിയോ, ഇന്നലത്തെ എപ്പിസോഡിൽ പുള്ളിക്കാരന്റെ അമ്മയ്ക്ക് വേണ്ടി വായിച്ച കത്തിലൂടെ തന്നെ നമുക്ക് ഏറെ ആൾക്കാർക്ക് ഇഷ്ടം തോന്നിയ ഒരു കണ്ടസ്റ്റന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പല കാര്യങ്ങളിലും പുള്ളിക്കാരനോട് ഒരു വിയോജിപ്പ് ഉണ്ടാവാം. കാരണം ഒന്നും മിണ്ടുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിയോജിപ്പ് നമുക്ക് ഉണ്ടാവാം. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ പുള്ളി ഒരു നല്ല മനുഷ്യനാണ്, നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു പൊട്ടൻഷ്യലുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് നമ്മൾ അഭിഷേക് എന്ന് പറയുന്നത്. അത് നമ്മൾ അത് ഇനി ഊതിപ്പിരിപ്പിച്ച് വരുമായിരിക്കാം, എനിക്കറിയില്ല. എനിക്കറിയില്ല ഇത് ഇനി എങ്ങനെ ആവും എന്നുള്ള കേസ് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഇതിന്റെ അഭിപ്രായം കേട്ടോ. നമ്മുടെ ജാസ്മിന് വേണ്ടി കിടിലമായിട്ട് ബിഗ് ബോസ് കളിക്കുന്നുണ്ട്, നല്ല കിടിലം കളി കളിക്കുന്നുണ്ട്. റസ്മിന് റോക്കി ബായി ഇടിച്ച ഇടി നല്ല ഇടിയായിരുന്നു, പക്ഷെ പുറത്താക്കേണ്ട ഒരു കേസ് തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നമ്മുടെ ജാസ്മിൻ വിഷയങ്ങളിലും അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അതെന്താണ് അവിടെ സംഭവിച്ചത്? ആ അടിന്റെ ഒരു വ്യാപ്തി എങ്ങനെയാണ് സംഭവം, അടി എത്രത്തോളം പവർ ആയിരുന്നു ഒന്നും നമുക്ക് അറിയില്ല. കൈ പിടിച്ച് മാറ്റുന്ന സംഭവമുള്ളൂ, ബാക്കിയെല്ലാം കട്ടാക്കി കളഞ്ഞു. അവിടെ തന്നെ ഇതിന്റെ ഒരു ഗെയിമിന്റെ നിലവാരം തന്നെ പോയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു സമയത്ത് അല്ലെങ്കിൽ ഫുള്ള് കാണിക്കണം അവിടെ എന്താ സംഭവിച്ചത്. ജാസ്മിന്റെ തലയിലുള്ള ആ സാധനം ഊരി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുമാത്രം പ്രശ്നം ഒരു പുഷ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? നമ്മൾ സാധാരണ ചിന്തിച്ചു നോക്കിയാൽ മതി. ആ ഒരു സംഭവത്തിൽ നമുക്കൊരു പുഷ് ഉണ്ടാവണമെങ്കിൽ തലേന്ന് ഹെൽമെറ്റ് ഊരി തെറിച്ച് പോയി തറ വീട്ടിൽ പൊട്ടണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ? പക്ഷെ അതൊന്നും പുള്ളിക്കാരൻ കാണിച്ചിട്ടില്ല. പുള്ളിക്കാരൻ മീൻസ് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. അതെല്ലാം കട്ടാക്കിയിട്ട് പ്രേക്ഷകർക്ക് ഇത് അടി നടന്നു എന്നുള്ള ഒരു കണ്ടന്റ് മാത്രം കൊടുത്തു. അടി മീൻസ് അടി ഇങ്ങനെ ഉണ്ടായെന്നുള്ള ഒരു കണ്ടന്റ് മാത്രം പുറത്തെത്തിച്ചു. അത് എത്രത്തോളം വ്യാപ്തിയുള്ളതാണെന്നുള്ള കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടില്ല. അത് ഫെയർ അല്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. ജാസ്മിന് വേണ്ടിയിട്ട് കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ്. അത് 100ൽ 110% ഞാൻ പറയും, അങ്ങനെയാണത്. അപ്പൊ ഒരുപാട് ഞാൻ പറഞ്ഞ് നീട്ടുന്നില്ല, ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.